ഗോൾഡൻ ഡയമണ്ട്സ്, എരമല്ലൂർ, വടതല. അനധികൃത മത്സ്യബന്ധനത്തിനെതിരെ വൈപ്പിനിൽ ശക്തമായ നടപടി. വൈപ്പിൻ മറൈൻ എൻഫോഴ്സ്മെന്റ് ഇൻസ്പെക്ടർ ഓഫ് ഗാർഡ് മഞ്ജിത് ലാലിന്റെ നേതൃത്വത്തിൽ മുനമ്പം കേന്ദ്രീകരിച്ച് വ്യാപക പരിശോധന നടത്തി. രഹസ്യവിവരത്തെ തുടർന്ന് തിങ്കളാഴ്ച രാത്രി 11 മണിക്ക് തുടങ്ങിയ പരിശോധനയിൽ മത്സ്യക്കുഞ്ഞുങ്ങളെ അനധികൃതമായി പിടിച്ച് ഷിയാമോൾ 2, നിയമാനുസൃത പെർമിറ്റില്ലാത്ത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട കാർമൽ മേരി എന്നീ ട്രോൾ ബോട്ടുകളാണ് കുടുങ്ങിയത്. ചൊവ്വാഴ്ച പുലർച്ചെ 3 മണിവരെ നീണ്ട പരിശോധനയിൽ മറൈൻ എൻഫോഴ്സ്മെന്റ് ഉദ്യോഗസ്ഥരായ മനോജ് കെ.സി, റാഫേൽ പിങ്സൺ, വിഷ്ണു സി.കെ, സീ റെസ്ക്യൂ ഗാർഡുമാരായ ജസ്റ്റിൻ ഡിക്കോസ്റ്റ, ഷെല്ലൻ വി.എ എന്നിവർ പങ്കെടുത്തു. വൈപ്പിൻ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യ പി.യുടെയും സബ് ഇൻസ്പെക്ടർ ഓഫ് ഗാർഡ് അരുൺ ആറിന്റെയും നേതൃത്വത്തിൽ വ്യാഴാഴ്ച നടത്തിയ പരിശോധനയിൽ നിയമാനുസൃത പെർമിറ്റില്ലാത്തതും അനുവദനീയമല്ലാത്ത പവറിൽ കൂടുതൽ ലൈറ്റ് മത്സ്യബന്ധനത്തിനായി സൂക്ഷിക്കുകയും ചെയ്ത യൂക്കോ മറൈൻ 1 എന്ന ബോട്ടും പിടിച്ചു. 12 വാട്ട് വരെ പവറുള്ള ലൈറ്റ് മാത്രമേ ഉപയോഗിക്കാവൂ എന്നിരിക്കെ 2400 വാട്ടോളം പവറുള്ള ലൈറ്റുകളാണ് ബോട്ടിൽ കണ്ടെത്തിയത്. 3 ബോട്ടുകളിലെയും മത്സ്യം പൊതുലേലം ചെയ്ത തുക സർക്കാരിലേക്ക് ഒടുക്കി. ഭക്ഷ്യയോഗ്യമല്ലാത്ത 3.5 ടണ്ണോളം വരുന്ന മത്സ്യം പുറം കടലിൽ ഉപേക്ഷിച്ചു. തുടർ നടപടികൾ സ്വീകരിച്ച എറണാകുളം ഫിഷറീസ് ഡെപ്യൂട്ടി ഡയറക്ടർ മാജ ജോസ് കേരള സമുദ്ര മത്സ്യബന്ധന നിയന്ത്രണ നിയമപ്രകാരം ഷിയാമോൾ 2 എന്ന ബോട്ടിന് 2,50,000 രൂപയും കാർമൽ മേരി എന്ന ബോട്ടിന് 2,80,000 രൂപയാണ് പിഴശിക്ഷ വിധിച്ചത്. യൂക്കോ മറൈൻ 1 എന്ന ബോട്ടിനെതിരെയുള്ള നടപടികൾ പൂർത്തീകരിച്ചു വരുന്നു. കഴിഞ്ഞ 2 മാസത്തിനുള്ളിൽ മാത്രം അനധികൃത മത്സ്യബന്ധനത്തിൽ ഏർപ്പെട്ട 20ഓളം ബോട്ടുകൾക്കെതിരെ നടപടി എടുത്തിട്ടുണ്ടെന്നും ഈ ബോട്ടുകളിൽ നിന്നും 40 ലക്ഷത്തിന് മേലെ പിഴ ഈടാക്കിയിട്ടുണ്ട് എന്നും ഇത്തരം നടപടികൾ തുടരുമെന്ന് വൈപ്പിൻ ഫിഷറി സ്റ്റേഷൻ അസിസ്റ്റന്റ് ഡയറക്ടർ ആര്യ പി അറിയിച്ചു. KMFRA നിയമം നടപ്പിലാക്കുന്നതിന്റെ ഭാഗമായുള്ള ദൈനംദിന പെട്രോളിങ്ങിനിടെ ഫിഷറീസ് വകുപ്പ് നടത്തിയ പരിശോധനയിൽ എറണാകുളം ജില്ലയിൽ നിയമപരമായ സ്പെഷ്യൽ പെർമിറ്റ് ഇല്ലാതെ മത്സ്യബന്ധനം നടത്തിയ യൂക്കോ മറൈൻ എന്നുള്ള യാനം കണ്ടെത്തുകയുണ്ടായി. തുടർന്ന് നടത്തിയ പരിശോധനയിൽ യാനത്തിൽ നിയമപരമായി നിയമം അനുശാസിക്കുന്നതിലും കവിഞ്ഞ പരിധിയിലുള്ള ലൈറ്റുകൾ ഉപയോഗിച്ചുള്ള മത്സ്യബന്ധനമാണ് നടത്തിയതെന്നും മനസ്സിലാകുകയും ചെയ്തു. 12 വോട്ട് ലൈറ്റ് മാത്രമാണ് അനുമതിയുള്ളത്. ആ സ്ഥാനത്ത് 2400 വോട്ടിന്റെ ലൈറ്റുകളാണ് യാനത്തിലുണ്ടായിരുന്നത്. കൂടാതെ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ, ഫയർ ഫൈറ്റിംഗ് എക്യുപ്മെന്റ്സ് ഇവയൊന്നും തന്നെ യാനത്തിൽ ഉണ്ടായിരുന്നില്ല. ഇതെല്ലാം ചേർത്തിട്ടാണ് ഈ KMFRA പ്രകാരം നിയമ നടപടിക്കായിട്ട് DDക്ക് റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഇതിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ യാനത്തിലുണ്ടായിരുന്ന ഭക്ഷ്യയോഗ്യമായ മത്സ്യം ലേലം ചെയ്ത് ആ തുക സർക്കാരിലേക്ക് കൊടുക്കുകയും. ന്യൂസ് ബ്യൂറോ, വൈപ്പിൻ.